Hi students, welcome to Language of Business. My name is Prajith. Today we are going to study about labor turnover. So what is labor turnover? The rate of changes in the labor force in the organization during a given period of time is called labor turnover. The rate of changes in the labor force in the organization during a given period of time is called labor turnover. That is, the percentage changes in the labor force of an organization during a given period of time is called labor turnover. The percentage changes in the labor turnover of an organization during a given period of time is called labor turnover. ഒരു സ്ഥാപനത്തിൻ്റെ അകത്തുള്ള ലേബർ ഫോഴ്സിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങൾ, പെർസെൻറ്റേജ് ചേഞ്ചസ്, ലേബർ ഫോഴ്സിൽ ഉണ്ടായിരിക്കുന്ന പെർസെൻറ്റേജ് ചേഞ്ചസിനെയാണ് എന്ത് പേര് പറയുന്നത്? ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ ബൈ ദ ലേബർ ഫോഴ്സ്. ഒരു സ്ഥാപനത്തിന്റെ അകത്തേക്കുള്ള ലേബർ ഫോഴ്സിന്റെ വരവിനെയോ ഒരു സ്ഥാപനത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്കുള്ള ലേബേഴ്സിന്റെ പോക്കിനെയോ കാണിക്കുന്നതിനെയാണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ ബൈ ദ ലേബർ ഫോഴ്സസ്. There are three important reasons for labor turnover. Labor turnover ന് പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് ഉള്ളത്. They are, first one, personal causes, that is unavoidable causes. Second one, other avoidable causes, and last one, avoidable causes. So there are three important causes or reasons for labor turnover. First one, personal reasons, that is unavoidable reasons. Second one, other avoidable reasons, and third one, avoidable reasons. What are the important personal reasons for labor turnover? Labor turnover നുള്ള പ്രധാനപ്പെട്ട personal reasons എന്തൊക്കെയാണ്? First one, marriage, particularly for female employer. So എന്താണ് ഒന്നാമത്തെ personal reason എന്ന് പറഞ്ഞാൽ marriage, കല്യാണം, particularly for female laborers. തൊഴിലാളികൾ, ഫീമെയിൽ ലേബേഴ്സിന്റെ, സ്ത്രീ തൊഴിലാളികളുടെ കല്യാണം കഴിഞ്ഞാൽ പലപ്പോഴും അവരെ സ്ഥാപനത്തെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ലേബർ പിരിഞ്ഞു പോകാൻ, ലേബർ കൊഴിഞ്ഞു പോകാനുള്ള ഒരു കാരണം ഒന്ന് മാരേജ് ആണ്, പർട്ടിക്കുലർലി ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽ എംപ്ലോയീസ്. സെക്കൻഡ് വൺ, ഡെത്ത് ഓർ ഇൽനെസ്. ഡെത്ത്, ഒരു എംപ്ലോയി മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ മരണം ആ സ്ഥാപനത്തിലുള്ള എംപ്ലോയിയുടെ മരണം ആ സ്ഥാപനത്തിലുള്ള എംപ്ലോയിയുടെ എണ്ണത്തിന് കുറക്കുന്നു. അതുപോലെ തന്നെ ഇൽനെസ്, അസുഖം ബാധിച്ചിട്ട് എംപ്ലോയികളെ വരാതിരിക്കാൻ സാധിക്കും. ഇതൊക്കെ എന്താണ്? അൺഅവോയ്ഡബിൾ ആണ്. പേഴ്സണൽ ആണെങ്കിലും അൺഅവോയ്ഡബിൾ ആണ്, മരിക്കാതിരിക്കാൻ പറയാൻ വേണ്ടി പറ്റില്ല. ഡെത്ത് ഓഫ് എൻ എംപ്ലോയി, അതുപോലെ തന്നെ ഇൽനെസ് ഓഫ് എൻ എംപ്ലോയി, ആക്സിഡന്റ് ഓഫ് എൻ എംപ്ലോയി. ഒരു എംപ്ലോയിക്ക് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലേബറിന് പിന്നീട് തൊഴിൽ സ്ഥാപനങ്ങളിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ വരും. സോ ലൈക്ക് ദാറ്റ്, റിട്ടയർമെന്റ് ഓഫ് എൻ എംപ്ലോയി. ഒരു എംപ്ലോയി അയാളുടെ പ്രായാധികത്വത്തില് അയാൾ റിട്ടയർമെന്റ് ചെയ്യുന്നതാണെങ്കിൽ, വയസ്സായിട്ട് അയാൾ റിട്ടയർ ചെയ്യുന്നതാണെങ്കിൽ ആ തൊഴിലാളി ആ സ്ഥാപനത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയേ പറ്റുള്ളൂ. ദെൻ ഡിസിഷൻ ടു ഗോ അബ്രോഡ്. ഏതെങ്കിലും ഒരു എംപ്ലോയി വിദേശത്തേക്ക് ജോലി കിട്ടി പോകുന്നതാണെങ്കിൽ അയാളെ പിടിച്ചു വെക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയും ഒരു എംപ്ലോയി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പിന്നെ തൊഴിൽ സ്ഥാപനത്തിന്റെ അത് വിട്ടുപോകാം. ദെൻ ഫാമിലി പ്രോബ്ലംസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എംപ്ലോയീസിന് ഉണ്ടാകുന്ന ഫാമിലി പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ കുടുംബ പ്രശ്നങ്ങളും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റിയും, കുടുംബ പ്രശ്നത്തിൽ മൂലം ഉണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റി കാരണവും എംപ്ലോയി തൊഴിൽശാല അല്ലെങ്കിൽ തൊഴിൽ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പേഴ്സണൽ അഥവാ അൺഅവോയ്ഡബിൾ കോസസ് ഓഫ് ലേബർ ടേൺഓവർ എന്ന് പറയുന്നത്. സോ അൺഅവോയ്ഡബിൾ കോസസിന്റെ അകത്ത് വരുന്നത് ഒന്ന് മാരേജ്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽ എംപ്ലോയർ, ദെൻ ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽ എംപ്ലോയി. സെക്കൻഡ് വൺ, ഡെത്ത് ഓർ ഇൽനെസ് ഓഫ് എൻ എംപ്ലോയി, accident of an employee, retirement of an employee, then decision to go abroad by an employee, family problems and responsibility of an employee. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട personal causes. An employer cannot do anything in the all of the above cases. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ ഒരു എംപ്ലോയറിന്, തൊഴിലുടമക്ക് ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നുള്ളതാണ്. ഈ തരത്തിലൊക്കെ ഒരു എംപ്ലോയി തൊഴിൽശാല വിടുന്നുണ്ടെങ്കിൽ അതിനകത്ത് എംപ്ലോയറിനൊന്നും ചെയ്യാൻ പറ്റില്ല. എംപ്ലോയർ cannot do nothing. Employer can do nothing in all the above cases. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കേസസിന്റെ അകത്തും എംപ്ലോയർ can do nothing. എംപ്ലോയറിന് ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഇതിന് അൺഅവോയ്ഡബിൾ കോസ് എന്ന് പറയാൻ കാരണം. രണ്ടാമത്തത് അതർ അവോയ്ഡബിൾ കോസസ്. അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ഒഴിവാക്കാൻ പറ്റുമായിരുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലേബർ ടേൺ ഓവറിനുള്ള അതർ അവോയ്ഡബിൾ കോസസ് എന്തൊക്കെയാണ്? ഒന്ന്, ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽസ് or power etc. Shortage of materials, power etc. മെറ്റീരിയൽസിന്റെയും അതുപോലെ തന്നെ പവറിന്റെയും ഷോർട്ടേജ്, പോരായ്മ അല്ലെ ഇല്ലായ്മ, അതൊരു റീസൺ ആണ്.
കണ്ടിന്യൂസ് ഇൻഡിസിപ്ലിൻ ബൈ എൻ എംപ്ലോയി. ഒരു എംപ്ലോയി കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഇൻഡിസിപ്ലിൻ വരാതിരിക്കുക, അനുസരണക്കേട് കാണിക്കുക, അങ്ങനെയാണെങ്കിലും അയാളെ പിരിച്ചുവിടേണ്ടി വരും, പറഞ്ഞയക്കേണ്ടി വരും. ദെൻ ഇൻസബോർഡിനേഷൻ ബൈ എൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ ഇൻസബോർഡിനേഷൻ, ഒരാളുടെ കീഴിലും ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു എംപ്ലോയി ഉണ്ടെങ്കിൽ ആ എംപ്ലോയിയെ നമുക്ക് വെച്ചെടുക്കാൻ പറ്റില്ല, അയാളെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പിടിച്ച് പുറത്താക്കേണ്ടി വരും. ചേഞ്ചസ് ഓഫ് പ്ലാന്റ് ലൊക്കേഷൻ. നമ്മളുടെ ഫാക്ടറിയുടെ ലൊക്കേഷൻ, പ്ലാന്റിന്റെ ലൊക്കേഷൻ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതാണെങ്കിൽ പല എംപ്ലോയികളായ ഒരു കാരണം കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിൽ ജോലി വിട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. സോ രണ്ടാമത്തെ റീസൺ ആണ് പറഞ്ഞിട്ടുള്ളത് അതർ അവോയ്ഡബിൾ കോസസ്. ഇത് ഒഴിവാക്കാൻ വേണ്ടി പറ്റുമായിരുന്ന കോസസ് ആണ്. എന്തൊക്കെയാണത്? ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽസ് ഓർ പവർ എക്സെട്ര. സോ ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ അസംസ്കൃത വസ്തുക്കളുടെ അപര്യാപ്തത, അതുപോലെ തന്നെ പവർ ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെ തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞാൽ എംപ്ലോയി ജോലി വിട്ടു പോകാനുള്ള സാധ്യത. കണ്ടിന്യൂസ് ഇൻഡിസിപ്ലിൻ, തുടർച്ചയായിട്ടുള്ള ഇൻഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ എംപ്ലോയി പുറത്തു പോകും, അല്ലെങ്കിൽ എംപ്ലോയിനെ പുറത്താക്കേണ്ടി വരും. ദെൻ ഇൻസബോർഡിനേഷൻ ബൈ എ വർക്കർ. ഒരു വർക്കറിന് ഇൻസബോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കീഴിലും ജോലി ചെയ്യാൻ അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ അയാളെ പിടിച്ച് പുറത്താക്കേണ്ടി വരും. അതുപോലെ തന്നെ ചേഞ്ചസ് ഓഫ് പ്ലാന്റ് ലൊക്കേഷൻ. പ്ലാന്റിന്റെ ലൊക്കേഷൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതാണെങ്കിൽ ആ സമയത്തും പല എംപ്ലോയികളും ജോലി വിട്ടു പോകാനുള്ള കാരണമുണ്ട്. അടുത്തതായിട്ട് പറയുന്ന തേർഡ് വൺ അവോയ്ഡബിൾ കോസസ്. മൂന്നാമത്തത് ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്ന കോസസ്, നമുക്ക് ഒഴിവാക്കാമായിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ലോവർ വേജസ്. മാനേജ്മെന്റിന് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതായിരുന്നു. മാനേജ്മെന്റ് ഇവിടെയുള്ള തൊഴിലാളികൾക്ക് ലോവർ വേജസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ കാര്യം മാനേജ്മെന്റ് കുറച്ചൊരു ശമ്പളം കൂട്ടിയിട്ടുണ്ടെങ്കിൽ തൊഴിലാളികളെ ജോലി വിട്ടു പോകുമായിരുന്നില്ല. അപ്പോൾ ലോവർ വേജസ് ഒരു കാരണമാണ്. മറ്റുള്ള സ്ഥാപനങ്ങളിനേക്കാൾ കുറവാണ് ഇവിടെയുള്ള ശമ്പളമെങ്കിൽ അല്ലെങ്കിൽ കൂലിയെങ്കിൽ തൊഴിലാളികളെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ, അൺസാറ്റിസ്ഫാക്ടറി വർക്കിംഗ് കണ്ടീഷൻ. വർക്കിംഗ് കണ്ടീഷൻ സാറ്റിസ്ഫാക്ടറി ആവാതിരിക്കുക. തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് തൊഴിൽ ചെയ്യാനുള്ള ഒരു സംതൃപ്തി, തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ സംതൃപ്തി കിട്ടാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലും ലേബറെ തൊഴിൽ വിട്ടു പോകാൻ സാധ്യതയുണ്ട്. തേർഡ് വൺ, ലാക്ക് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. തൊഴിലാളികൾക്ക് എത്ര ജോലി ചെയ്താലും ജോബിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എങ്കിൽ തൊഴിലാളികളെ ജോബ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ലാക്ക് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ദെൻ ടു മച്ച് വർക്ക് ലോഡ്. അധിക ഭാരം, അധിക ജോലി ഭാരം തൊഴിലാളികൾക്ക് കൊടുത്തു കഴിഞ്ഞാലും തൊഴിലാളികളെ ജോലി വിട്ടുപോകും. ടു മച്ച് വർക്ക് ലോഡ്. ലൈക്ക് ദാറ്റ് ലാക്ക് ഓഫ് ട്രാൻസ്പോർട്ട്. തൊഴിൽശാലകളിലേക്ക്, ഫാക്ടറിയിലേക്ക് വരാനും പോകാനുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇല്ലാത്തൊരവസ്ഥയിലും തൊഴിലാളികൾ എന്ത് ചെയ്യും, തൊഴിൽ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ലാക്ക് ഓഫ് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ്. തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിലെ തൊഴിലാളികൾ അധികകാലം ജോലി ചെയ്യാൻ സാധ്യതയില്ല. ലാക്ക് ഓഫ് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് ലാസ്റ്റ് വൺ, അൺഹാപ്പി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലേബർ ആൻഡ് ദ മാനേജ്മെന്റ്. ലേബേഴ്സും മാനേജ്മെന്റും തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലാത്തൊരവസ്ഥ വരിക, ഒരു സന്തോഷകരമല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാലും തൊഴിലാളികളെ ജോലി വിട്ടു പോകും. സോ തേർഡ് റീസൺ പറഞ്ഞത് അവോയ്ഡബിൾ കോസസ് ആണ്, ഒഴിവാക്കാമായിരുന്ന കോസസ്. ഒന്നിക്കൽ തൊഴിലാളികളുടെ കുഴപ്പം കൊണ്ട് അത് ഒഴിവാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ കുഴപ്പം കൊണ്ട് അത് എന്ത് ചെയ്യുന്നില്ല, ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ ഒഴിവാക്കാമായിരുന്നു. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ലേബർ ഇവിടുന്ന് കൊഴിഞ്ഞു പോകുന്ന കാര്യം നമുക്ക് നിർത്താമായിരുന്നു. എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ലോവർ വേജസ്, അൺസാറ്റിസ്ഫാക്ടറി വർക്കിംഗ് കണ്ടീഷൻ, ലാക്ക് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, ടു മച്ച് വർക്ക് ലോഡ്, lack of transport, lack of promotional opportunities, and unhappy relationship between the employee and the management. These are the important reasons for labor turnover. Well, labor turnover ഉണ്ടാകുമ്പോൾ labor turnover എന്ന് പറഞ്ഞാൽ the rate of changes in the labor force in an organization during a given period of time. ഇതിനെയാണ് labor turnover എന്ന് പറയുക. That is the percentage changes in the labor force in an organization during a given period of time is called a labor turnover. There are three important reasons for labor turnover. First one is personal reasons, other one unavoidable causes, second one other avoidable causes, and last one avoidable causes. ഇതൊക്കെയാണ് മൂന്ന് പ്രധാനപ്പെട്ട ലേബർ ടേൺഓവറിന്റെ കാരണങ്ങൾ. A minimum labor turnover is normal and inevitable, but if the labor turnover is high, it is a sign of instability of labor force in an organization. So ഒരു ഓർഗനൈസേഷനകത്ത് മിനിമം ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത് സാധാരണത്തിൽ ഉണ്ടാവുന്നതാണ്, ആൻഡ് ഇന്നവിറ്റബിൾ, അത് ഒഴിച്ചുകൂടാൻ വേണ്ടി പറ്റാണ്. ബട്ട് ഇഫ് ദ ലേബർ ടേൺ ഓവർ ഈസ് ഹൈ, റേറ്റ് ഓഫ് ലേബർ ടേൺ ഓവർ കൂടുതലായി കഴിഞ്ഞാലോ ഇറ്റ് ഈസ് ദ സൈൻ ഓഫ് ഇൻസ്റ്റബിലിറ്റി ഓഫ് ലേബർ ഫോഴ്സ് ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ. അത് ആ ഓർഗനൈസേഷൻ്റെ അകത്ത് ലേബർ ഫോഴ്സിന്റെ അകത്ത് ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ട്, ലേബേഴ്സിന് തൊഴിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് തൊഴിലാളികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
ഒരു മിനിമം ലേബർ ടേൺ ഓവർ ഈസ് നോർമൽ ആൻഡ് ഇന്നവിറ്റബിൾ. മിനിമം ലേബർ ടേൺ ഓവർ നല്ലതാണ്, അത് ഇന്നവിറ്റബിൾ ആണ്, ഒഴിവാക്കാൻ വേണ്ടി പറ്റാണ്. ബട്ട് ഇഫ് ദ ലേബർ ടേൺ ഓവർ റേറ്റ് ഈസ് ഹൈ, it is the sign of instability of the labor force in that organization. So normally ഒരു ലേബർ ടേൺ ഓവർ ഉണ്ടാകുന്നത്, ഒരു ചെറിയ നോർമൽ റേറ്റ് ഓഫ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത് നല്ലതാണ്, അത് ഒഴിച്ചുവിടാൻ വേണ്ടി പറ്റാതാണ്, സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. പക്ഷേ ലേബർ ടേൺ ഓവറിന്റെ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് അവിടെ എന്താണ് കാണിക്കുന്നത്? It shows the instability of labor force in that organization. ആ ഓർഗനൈസേഷൻ അത് ജോലി ചെയ്യാൻ തൊഴിലാളികൾക്ക് താല്പര്യമില്ല, അങ്ങനെയുള്ള എന്തൊരു കാരണമുണ്ട് ഇതിന്റെ പിന്നിൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി വാട്ട് ആർ ദ ഇഫക്റ്റ് ഓഫ് ലേബർ ടേൺ ഓവർ? ഒരു സ്ഥാപനത്തിൽ നിന്ന് തൊഴിലാളികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊഴിഞ്ഞു പോകുമ്പോൾ എന്ത് സംഭവിക്കുക? സ്ഥാപനത്തിന് നല്ലതാണോ മോശമാണോ? തീർച്ചയായും മോശമാണ്. ഒന്നാമത്തത് ഇന്ററപ്ഷൻ ഓഫ് വർക്ക്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇറ്റ് വിൽ കോസ് ഇന്ററപ്ഷൻ ഓഫ് വർക്ക്. വർക്കിന്റെ അകത്ത്, പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ അകത്ത് ഒരു ഇന്ററപ്ഷൻ, തടസ്സങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഒന്നാമത്തത്. സെക്കൻഡ് വൺ, ഫോൾസ് ഇൻ പ്രൊഡക്ഷൻ. ഇറ്റ് വിൽ കോസ് ഫോൾസ് ഇൻ പ്രൊഡക്ഷൻ. ഇതെന്തിന് കാരണമാകുന്നു? പ്രൊഡക്ഷന്റെ നമ്പർ അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ എണ്ണത്തിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിന്റെ അകത്ത് ഫോൾസ് ഉണ്ടാവും, കുറവുണ്ടാവും. പ്രൊഡക്ഷൻ വേണ്ടുന്നത്ര പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, പ്രൊഡക്ഷന്റെ നമ്പർ കുറയാനുള്ള സാധ്യതയുണ്ട്. ഫോൾസ് ഇൻ ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കുറയും. കാരണം പഴയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലേബർ കമ്പനി വിട്ടിട്ട് പോകുന്നതാണെങ്കിൽ ആ കമ്പനിയിലുള്ള പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറയും. ലോവർ പ്രൊഡക്ടിവിറ്റി, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത കുറയും. ലോസ് ഡ്യൂ ടു mishandling of materials. Loss due to mishandling of materials and breakage of tools by the new employees. പുതിയ എംപ്ലോയീസ്, പഴയ എംപ്ലോയീസ് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ പുതിയ എംപ്ലോയീസിനെ കൊണ്ടുവന്നാൽ എന്താ? ലോസ് ഉണ്ടാവും. ലോസ് ഡ്യൂ ടു മിസ്ഹാൻഡ്ലിംഗ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് ബ്രേക്കേജ് ഓഫ് ടൂൾസ്. മിസ്ഹാൻഡ്ലിംഗ് ഓഫ് എക്യുപ്മെന്റ്സ്, മെഷീനറീസും കാര്യങ്ങളൊക്കെ കഴിവില്ലാത്തവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മിസ്ഹാൻഡ്ലിംഗ് ഉണ്ടാവുകയും ആൻഡ് ബ്രേക്കേജ് ഓഫ് ടൂൾസുകൾ പൊട്ടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നത്? ബിക്കോസ് ഓഫ് ദ ന്യൂ എംപ്ലോയീസ് അപ്പോയിന്റഡ് ഇൻ ദാറ്റ് പ്ലേസ്. ഇപ്പൊ ലേബർ ടേൺ ഓവർ ഉണ്ടായി കഴിഞ്ഞാൽ, പഴയ ലേബേഴ്സ് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ പുതുതായിട്ട് എംപ്ലോയീസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും ഉണ്ടാവില്ല? അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പൊ അവിടെ എന്തുണ്ടാവും? മിസ്ഹാൻഡ്ലിംഗ് ഓഫ് ടൂൾസ് ഉണ്ടാവും, മെഷീനറീസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തായും? ടൂൾസ് ബ്രേക്ക് ആയി പോകും, അതുപോലെ തന്നെ മെഷീനറീസും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ആവും, അതിന് മിസ്ഹാൻഡ്ലിംഗ് ആവും. അങ്ങനെ വരുമ്പോൾ കുറേയധികം നഷ്ടം ഉണ്ടാവും. Then more wastage, spoilage and defectiveness by the new workers. More waste, കൂടുതൽ വേസ്റ്റ് ആവും, കുറേയധികം നഷ്ടപ്പെടും. ദെൻ സ്പോയിലേജ്, കുറേയധികം നശിച്ചു പോകും. ആൻഡ് ഡിഫക്റ്റീവ്നെസ്, ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രൊഡക്ഷൻ്റെ അകത്തുണ്ട് ഡിഫക്റ്റ്, പ്രൊഡക്ഷൻ മോശമായി പോകും. ബൈ ദ ന്യൂ വർക്കേഴ്സ്, പുതിയ വർക്കേഴ്സിനെ കൊണ്ട് കുറേയധികം തകരാറുകൾ ഉണ്ട് എന്നാണ്. ഹൈ റേറ്റ് ഓഫ് ആക്സിഡന്റ്, പുതിയ ജോലിക്കാരാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മെഷീനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നെങ്കിൽ അവിടെ ആക്സിഡന്റ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ലേബർ ടേൺ ഓവർ, എനിവേ ലേബർ ടേൺ ഓവർ, ഹൈ റേറ്റ് ഓഫ് ലേബർ ടേൺ ഓവർ ഈസ് more dangerous or it is not suited for the company. But there are so many effects in that labor turnover. First one, interruption of work, production തടസ്സപ്പെടും. Falls in production, production അകത്ത് കുറവ് വരും. Falls in quality of output, പ്രൊഡക്ഷന്റെ ക്വാളിറ്റി കുറഞ്ഞു വരും, ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി കുറയും. ലോവർ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത കുറയും. Loss due to mishandling of equipment and breakage of tools because of new workers, by the new worker. പുതിയ വർക്കറെ കൊണ്ട് മിസ്ഹാൻഡ്ലിംഗ് ഓഫ് മെഷീനറി ഉണ്ടാവും, അതുപോലെ തന്നെ ടൂൾസ് ഒക്കെ ബ്രേക്ക് ആയി പോകാൻ സാധ്യതയുണ്ട്. മോർ വേസ്റ്റ്, സ്പോയിലേജ് ആൻഡ് ഡിഫക്റ്റീവ്സ് ബൈ ദ ന്യൂ വർക്കേഴ്സ്. പുതിയ വർക്കറിനെ കൊണ്ട് കൂടുതലായിട്ട് വേസ്റ്റ് ഉണ്ടാവും, സ്പോയിലേജ് ഉണ്ടാവും, ഡിഫക്റ്റീവ്നെസ് ഉണ്ടാവും. ആൻഡ് ഹൈ റേറ്റ് ഓഫ് ആക്സിഡന്റ്, വളരെയധികം ആക്സിഡന്റുകൾ, അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ്. These are the important effect of labor turnover. സോ ഇന്നത്തെ ക്ലാസ് ലേബർ ടേൺ ഓവർ ആയിരുന്നു. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. താങ്ക് യു.